പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റസമ്മത മൊഴി നൽകാൻ തയ്യാറല്ലെന്ന് പ്രതി ചെന്താമര. കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നതിനിടെ അഭിഭാഷകനോട് സംസാരിച്ചതിന് ശേഷമാണ് നിലപാട് മാറ്റം. ചെന്താമര കുറ്റം സമ്മതിച്ചിട്ടില്ലെന്ന് അഭിഭാഷകൻ ജേക്കബ് മാത്യു പറഞ്ഞു. പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്തതിനു ശേഷം വിചാരണ നടപടികളായിട്ട് മുന്നോട്ട് പോകും. പ്രതി അനുവദിക്കുകയാണെങ്കിൽ, പ്രതി അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ പോലീസും കൊടുക്കാം. മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന് കുറ്റസമ്മതത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മുമ്പ് അറിയുമായിരുന്നില്ല. അക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറ്റസമ്മതിക്കുന്നില്ല. നിഖിൽ പ്രമേശ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിഖിൽ, ഈ മൊഴി എടുക്കുന്നതിനിടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നതിനിടെ ഒരു നിലപാട് മാറ്റം. ഇനി അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ട് പോക്ക് ഏത് രീതിയിലായിരിക്കും ഈ കേസിൽ? കീർത്തന, ഇന്നിപ്പോൾ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനിടയിലാണ് ചിറ്റൂർ കോടതിയിൽ വെച്ച നാടകീയ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഈ ആദ്യഘട്ടത്തിൽ തനിക്ക് രക്ഷപ്പെടണമെന്നില്ല എന്ന് വ്യക്തമാക്കി കടന്നുപോയ ചെന്താമര പിന്നീട് അഭിഭാഷകരുമായി സംസാരിച്ചതിന് ശേഷം പറയുന്നത് താൻ ഈ കുറ്റസമ്മത മൊഴി നൽകാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതായത് താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടിലേക്ക് പ്രതി എത്തുകയായിരുന്നു. ഈ പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ വേണ്ടി എത്തിച്ച സമയത്താണ് പ്രതിയുടെ ഈ മലക്കം മറിച്ചിലുണ്ടായത്. അഭിഭാഷകരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. അഭിഭാഷകനാണ് പ്രതിയോട് പറഞ്ഞത് കുറ്റസമ്മതം നടത്തേണ്ടതില്ല, അങ്ങനെ കുറ്റസമ്മത മൊഴി നൽകേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് പ്രതിയെ അറിയിച്ചത് ഈ അഭിഭാഷകനാണ്. ചെന്താമരയുടെ അഭിഭാഷകൻ ജേക്കബ് മാത്യു പറയുന്നത് പ്രതി നേരത്തെയും പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിച്ചിട്ടില്ല, ചെന്താമരയ്ക്ക് ഇതുവരെ നിയമോപദേശം ലഭിച്ചിട്ടില്ല, കുറ്റസമ്മതം നടത്തിയാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് താൻ പറഞ്ഞ് മനസ്സിലാക്കി, പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനനുസരിച്ച് വിചാരണ നേരിടും എന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ അറിയിക്കുന്നത്. എന്തായാലും ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. പോലീസിന് തന്നെ ഇക്കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തുടക്കം മുതൽ താൻ കുറ്റം സമ്മതിച്ച പ്രതി, അതായത് താൻ ഇത്തരത്തിൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയത് സമ്മതിച്ച പ്രതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മൊഴി മാറ്റാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് തന്നെ സംശയമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചതും കോടതിയിൽ അതിനുള്ള അപേക്ഷ നൽകി അതിനുള്ള അനുമതി വാങ്ങിയെടുത്തതും. അതുപോലെ തന്നെ പോലീസ് പ്രതീക്ഷിച്ചതെന്തോ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രതി ഇപ്പോൾ കോടതിയിൽ മൊഴി മാറ്റിയിരിക്കുന്നു. താൻ ഈ കുറ്റകൃത്യം നടത്തിയിട്ടില്ല എന്നുള്ള നിലപാടിലേക്ക് ചെന്താമര എത്തിച്ചേർന്നിരിക്കുന്നു. കീർത്തന. ശരി, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ട്വിസ്റ്റാണ്, കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിലാണ് അഭിഭാഷകനോട് സംസാരിച്ച ശേഷം നിലപാട് മാറ്റിയിരിക്കുന്നത്. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ചെന്താമര.